തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിയെ വിമർശിച്ച് സുപ്രീം കോടതി. നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് വൈകിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ വിമർശനം. ഗവർണർ പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉപദേശത്തിനെ അനുസരിച്ചാകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഒരു ബില്ല് വീണ്ടും നിയമസഭ പാസാക്കി ഗവർണർക്ക് നൽകിയാൽ അത് രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയില്ല. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി 10 ബില്ലുകൾ നീക്കിവെച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ബില്ലിൽ തീരുമാനമെടുക്കുവാൻ ഗവർണർക്ക് മുന്നിൽ 3 സാധ്യതകളുണ്ട്. 1. അനുമതി നൽകുക, 2. അനുമതി നിഷേധിക്കുക, 3. ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുക. ഗവർണർ അനുമതി നിഷേധിച്ചാൽ ആർട്ടിക്കിൾ 200-ലെ ആദ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന നടപടി എത്രയും വേഗം അദ്ദേഹം പിന്തുടരണം. ബില്ല് ഗവർണർക്ക് നൽകിയാൽ ആർട്ടിക്കിൾ 200-ലെ ഏതെങ്കിലും ഒരു നടപടി സ്വീകരിക്കുവാൻ അദ്ദേഹം ബാധ്യസ്ഥനാണെന്ന് കോടതി പറഞ്ഞു. ആർട്ടിക്കിൾ 200 പ്രകാരം വീറ്റോ അനുവദനീയമല്ല. ഒരു ബില്ല് വീണ്ടും നിയമസഭ പാസാക്കി ഗവർണർക്ക് നൽകിയാൽ അത് രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയില്ല. ഗവർണർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ലെന്ന് കോടതി വിമർശിച്ചു. ബില്ല് തടഞ്ഞുവെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനായോ തീരുമാനിക്കുകയാണെങ്കിൽ 1 മാസത്തിനകം ഗവർണർ നടപടി സ്വീകരിക്കണം. 10 ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി റദ്ദാക്കേണ്ടതാണെന്ന് കോടതി പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തിന്റെ ഉപദേശത്തിന് വിരുദ്ധമായി ബില്ലുകൾ തടഞ്ഞുവെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനോ തീരുമാനിച്ചാൽ പരമാവധി 3 മാസത്തിനുള്ളിൽ ഗവർണർ തീരുമാനമെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് യാതൊരു വിവേചനാധികാരവുമില്ല. ആർട്ടിക്കിൾ 200-ന്റെ ഇളവ് ലഭിക്കുന്നതല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അമിതാധികാരങ്ങളില്ല ഭരണഘടനയിൽ ജനാധിപത്യ പ്രക്രിയയിൽ നടത്തുന്ന ഒരു ഗവൺമെന്റിനെ നിരീക്ഷിക്കാനും നയിക്കാനുമുള്ള ചുമതലയാണ് ഗവർണർക്കുള്ളത്. അതിൽ നിന്ന് വിട്ടുപോയാലുള്ള അനുഭവം തമിഴ്നാട്ടിലെ ഗവർണർക്ക് മനസ്സിലായി. അനന്തമായി ഒരു ഗവൺമെന്റ് എടുക്കുന്ന ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു ഉപകരണമായി ഗവർണറെ കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിക്കുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. ഗവർണർ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ശക്തിയൊന്നുമല്ല, കക്ഷിയൊന്നുമല്ല. ഭരണഘടന അത്തരത്തിൽ ഒരു അധികാരവും പ്രത്യേകമായി അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല.